എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഈ വർഷം അമേരിക്കയിൽ തേൻ വിൽക്കുന്നത്. അപ്പം ഈ വർഷമാണ് കൂടുതലായിട്ട് എനിക്ക് തേൻ കിട്ടിയത്. അപ്പോൾ ഈ തേൻ നമ്മൾ പാക്ക് ചെയ്യുമ്പം ഇതിലൊരു സ്റ്റിക്കറുണ്ട്. അപ്പം ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയായി ഇതെന്താ ഇതിനകത്തെ പ്രശ്നമെന്നും. ഈ സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്ന 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ തേൻ കൊടുക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോ. എന്തുകൊണ്ടാണ് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ തേൻ കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനകത്ത് 2 കാര്യങ്ങളാണ്. തേൻ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേനെന്ന് നമുക്ക് പറയത്തില്ല. അതൊരു ഷുഗർ സിറപ്പ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ തേനീച്ചകൾ പൂവിൽ നിന്നും തേൻ കൊണ്ടുവരുമ്പോൾ അതൊരു നെക്ടറാണ്. പിന്നീട് തേനീച്ച അതിൻ്റെ വയറ്റിലെ തേനീച്ചയ്ക്ക് 2 വയറാണുള്ളത്. അതിൽ തേൻ കളക്ട് ചെയ്യുന്ന വയറ്റിലെ എൻസൈമുകളൊക്കെ ആയിട്ട് കലർത്തി അടുത്ത തേനീച്ചയുടെ വായിലേക്ക് കൊടുക്കുന്നു. അത് അവിടുന്ന് അതിൻ്റെ അതിലുള്ള വയറ്റിലുള്ള എൻസൈമുകൾ അതിൻ്റെ ബോഡിയിലെ എൻസൈമുകളൊക്കെ ചേർത്ത ശേഷം അത് നിക്ഷേപിച്ച് അതിൻ്റെ വാട്ടർ കണ്ടന്റ് എല്ലാം മാറ്റിയ ശേഷം ഒരു 80% വാട്ടർ മാറ്റിയ ശേഷമാണ് അവർ സീൽ ചെയ്യുന്നത്. പിന്നീട് അതിന് എക്സ്പയറി ഇല്ല. തേൻ എക്സ്പയറി ഇല്ലാത്തൊരു വസ്തുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വരുന്ന തേനുകൾ മാത്രം ഒരു തേനായിട്ട് ഈ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ചൂടാക്കി പാസ്ചറൈസ് ചെയ്ത് അതുപോലെ അതിൽ അത്യാവശ്യം വേണ്ട കെമിക്കൽസ് ഒക്കെ ചേർത്ത് ആണ് നമുക്ക് നമ്മുടെ കയ്യിലെത്തുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ക്രിസ്റ്റൽ ആകില്ല. അപ്പം അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഹണിയൊക്കെ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ക്രിസ്റ്റലാകും. നമുക്ക് നാട്ടിലൊക്കെ തേൻ ഉള്ളവർക്ക് അറിയാം അതിൻ്റെ കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻസൈമുകൾ നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകാം. അപ്പം നമ്മൾ തേൻ്റെ ഉപയോഗത്തിന് കഴിക്കുമ്പം നമുക്ക് പലതരം നല്ല ആസിഡുകൾ എൻസൈമുകളൊക്കെ ചേർന്നിട്ടുള്ള ഈ തേൻ തന്നെ നമ്മൾ മേടിച്ച് കഴിക്കണം. അതായത് അലർജിയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ലോക്കലായിട്ട് ചിലർക്കുണ്ട്. ചില പൂമരങ്ങളൊക്കെ പൂക്കുന്ന സമയത്ത് ഭയങ്കര അലർജി ഉണ്ട്. അപ്പം ഈ ലോക്കലായിട്ടുള്ള ഹണി കുറേശ്ശെ എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ ഈ അലർജിക്ക് ബോഡിക്ക് അതിനുള്ള പ്രതിരോധം ഉണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പോളിൻ അടങ്ങിയിട്ടുണ്ട്. റോ ഹണിക്കകത്ത് കുറച്ച് പോളിൻ ഉണ്ടാവും, കുറച്ച് വാക്സിൻ്റെ അംശങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് റോ ഹണി എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്യാത്തത്. അപ്പം ഫിൽട്ടർ ചെയ്യുന്നത് നമ്മൾ ചെറുതായിട്ടായിരിക്കും കേട്ടോ, നീറ്റായിട്ട് അരിച്ച് ക്ലിയർ ആയിട്ടാണ് ഇത് വരുന്നത്. പക്ഷേങ്കിൽ എന്നാലും നമുക്ക് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹണിയാണെങ്കിലും അങ്ങനെയാണ്. പക്ഷേങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതിന് അത്രയ്ക്ക് വരത്തില്ല. ഈ ഹണിയ ലോ pH ആണ്, വളരെ അസിഡിക്കാണ്. അസിഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ഒക്കെയാണ് ഇതിൻ്റെ pH. അത്രയും വരെ താന്നു വരാം. അപ്പം 3.5 മുതൽ 6 വരെയാണ് ഹണിയുടെ pH. അതേസമയം കോഫിയുടെ ആണെങ്കിൽ 4.8 ആണ്. 1 ഒരു കൂടെ നമ്പരും കൂടെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ള അസിഡിക്കാണ്. അതൊരു കാര്യം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാര്യങ്ങളും ഡൈജസ്റ്റ് ആകില്ല. ആകുന്ന 2 കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 1 മുലപ്പാല്, 2 ഉരുക്ക് വെളിച്ചെണ്ണയാണ് കുഞ്ഞുങ്ങൾക്ക് ഡൈജസ്റ്റ് ആകുന്ന രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ നമ്മൾ കേട്ടറിവാണ്. ശാസ്ത്രീയമായിട്ട് എനിക്ക് പറയാനോ ഉള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾ ഇതെല്ലാം ഫൈൻഡ് ചെയ്തോളൂ. ജസ്റ്റ് പറയുന്നുള്ളൂ. സെക്കൻഡ് തിങ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ തേനീച്ച തേനുമായിട്ട് വരുമ്പോൾ അതിൻ്റെ വയറ്റിൽ എൻസൈമുകളായിട്ട് കലർത്തുമെന്ന് പറയുന്നു. അപ്പം കൂടെ കുറേ ബാക്ടീരിയാസ്, ഓരോ ജീവികളുടെയും ഉള്ളിൽ മില്യൺ കണക്കിന് ബാക്ടീരിയാസും ഫംഗയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തെ കുറേ സ്ലീപ്പിംഗ് ബാക്ടീരിയാസ് ഈ തേനിൽ എപ്പോഴും കാണും. അപ്പം അതിനകത്ത് കുറച്ച് നമുക്ക് ഉപകാരമുള്ളതായിരിക്കാം, എങ്കിൽ തന്നെ കൂടുതലും നമുക്ക് ഉപകാരമില്ലാത്ത ബാക്ടീരിയാസ് ആയിരിക്കും. അത് നമ്മുടെ സ്റ്റൊമക്കിൽ ചെന്ന് കഴിയുമ്പം നല്ല ടെമ്പറേച്ചർ ഇതൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേനും അത് ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ടോക്സിക് ആകാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ടാണ് അത് കൊടുക്കരുത് എന്ന് പറയുന്ന രണ്ടാമത്തെ റീസൺ. അപ്പോൾ ഒരിക്കലും കുഞ്ഞു കുട്ടികൾക്ക്, 1 വയസ്സെങ്കിലും ആകാത്ത കുട്ടികൾക്ക് തേൻ കൊടുക്കരുത്. വിപരീത ഫലമോ ചെയ്യത്തുള്ളൂ. ദഹിക്കാനും ബുദ്ധിമുട്ടായിരിക്കും.
അപ്പം നമ്മൾ അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ദഹനം നന്നായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ സ്റ്റൊമക് ആസിഡ് ഇതിനെ നിർവീര്യമാക്കി കളഞ്ഞോളും. അപ്പം എപ്പോഴും ഹണി മേടിക്കുമ്പോൾ നിങ്ങൾ റോ ഹണി മേടിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ലോക്കലായിട്ടുള്ള ഏത് ഫ്ലവറിൻ്റെ ആണെന്ന് അവിടെ ആ ലോക്കൽ ഏരിയയിലുള്ളത് ആ ലോക്കൽ ഫ്ലവറിൻ്റെ ഹണി തന്നെ മേടിച്ച് കഴിക്കുക. മറ്റുള്ള ഇടത്തുനിന്ന് കൊണ്ടുവരാതെ ലോക്കൽ ഹണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജിക്ക് ശമനം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പം ഇതാണ് പ്യുവർ ഹണി, റോ ഹണിയും അല്ലാതെ കടയിലെ ഹണിയും തമ്മിലുള്ള വ്യത്യാസം. കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ കാര്യം. അപ്പോൾ സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ.